പുറത്തിറങ്ങാൻ പറ്റില്ല, നാണക്കേടുണ്ട്. നമ്മളെല്ലാം ഫോട്ടോ ഒന്നും അങ്ങനെ തേജോപതം ചെയ്യല്ലേ ചെയ്തത്. കുറേ കാലം പുറത്തിയാണ്ട് തന്നു. പക്ഷേ 3,96,00,000 രൂപ ഈ കണ്ണൂർ സീഡ് സൊസൈറ്റിയിൽ നിന്ന് അനന്തകൃഷ്ണനും കൂട്ടരും തട്ടിയെടുത്തിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. എന്താണ് ഈ തട്ടിപ്പ് എന്നതും പലർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നിരവധി പ്രൊമോട്ടർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ. അവർ പറയുന്നത് ഞങ്ങൾ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടു എന്ന് മാത്രമാണ്. അതുതന്നെയാണ് അവർ അന്വേഷണ സംഘത്തോടും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഇതുവരെ കേസും എടുത്തിട്ടില്ല. എന്നാൽ ഈ തട്ടിപ്പിന് ഇരയായവർ പറയുന്നത് ഈ പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണം എന്നാണ്. ആ ആവശ്യമുയർത്തി അവർ പ്രധാനപ്പെട്ട പ്രൊമോട്ടർമാരുടെ DPMൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അവർ എപ്പോഴും ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് A. മോഹനൻ. ഇടച്ചേരിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി. DPM രാജമണിയുടെ മയിലെ കണ്ടക്കയിലെ വീട്ടിലേക്കും മാർച്ച് നടത്തി. നമ്മളോടൊപ്പം ഇപ്പോൾ പ്രൊമോട്ടർമാരുണ്ട്. A. മോഹനൻ, KV പുഷ്പജൻ, A. റീന, ശൈലജ, സക്കീന എന്നിവരാണിപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. ഈ പ്രൊമോട്ടർമാർ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കും. നമ്മളോട് A. മോഹനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ചോദിക്കാം. ഇപ്പോൾ ഈ പണം നഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് മോഹനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ കേസെടുക്കാത്തത്? എനിക്കെതിരെ കേസെടുക്കാതിരിക്കാനുള്ള കാരണം, ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഞാൻ ഒരിക്കലും എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലോ ഈ സീഡ് സൊസൈറ്റിയിലെ ഒരു പണം പോലും, ഒരു രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഈ തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകിയാണ്. കാരണം സീഡ് സൊസൈറ്റി 2024 ജനുവരി 1-ാം തീയതിയാണ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. കണ്ണൂർ സീഡ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ആദ്യത്തെ ഒരു 6-7 മാസക്കാലം നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സീഡ് സൊസൈറ്റിക്ക് കഴിഞ്ഞു. 10-12 പ്രൊജക്റ്റുകൾ നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റി. അങ്ങനെ 1,70,00,000 രൂപയുടെ പ്രൊജക്റ്റ് കണ്ണൂർ സീഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1,70,00,000 രൂപയുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 85 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമാണ്. ബാക്കി 85 ലക്ഷം രൂപ സബ്സിഡിയാണ്, 50% സബ്സിഡിയാണ്. അപ്പോൾ 55 ലക്ഷം രൂപ സബ്സിഡിയായി വിതരണം ചെയ്യാൻ സാധിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജനങ്ങളിൽ അതുപോലെ തന്നെ ഞങ്ങളിലും വിശ്വാസത കൂടി. സീഡ് സൊസൈറ്റിയെ പറ്റിയും സ്പിയാർസിനെ പറ്റിയും നാഷണൽ NGO കോൺഫെഡറേഷനെ പറ്റിയും വിശ്വാസത കൂടി. അങ്ങനെ വിശ്വാസ്യത കൂടിയതുകൊണ്ട് ഒരുപാട് ഗുണഭോക്താക്കൾ അതിനുശേഷം വന്ന പ്രൊജക്റ്റ്, അതായത് 2 വീലർ, ഹോം അപ്ലയൻസ് തുടങ്ങിയ പ്രൊജക്റ്റിലേക്ക് ഒരുപാട് ആളുകൾ പണമടച്ചു. അതിനുശേഷം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വളരെയധികം താമസം വരുത്തി. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവസാനം 100 ദിവസം തികയുന്നത്, 2 വീലറിൻ്റെ വിതരണം 100 ദിവസം തികയുന്നത്, എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം 100 ദിവസം തികയുന്നത് ഡിസംബർ 28-നാണ്. 2024 ഡിസംബർ 28-നാണ്. അന്നേ ദിവസം എന്തായാലും വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പുണ്ടായത്. പക്ഷേ അന്നേ ദിവസം വിതരണം നടന്നില്ല. അതിനുശേഷം വിതരണം നടക്കാതിൻ്റെ ഫലമായി 2 തവണ ഞാനും 2-3 പേരും എറണാകുളത്ത് ഈ അനന്തകൃഷ്ണനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു തവണ 3 ദിവസം താമസിച്ചുകൊണ്ടാണ്, നമ്മളവിടെ താമസിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ തൃശ്ശൂരിൽ വെച്ച് കാണാൻ പറ്റിയത്. ആ സമയത്ത് നമ്മളൊക്കെ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ജനുവരി 20-ാം തീയതി മുതൽ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കും, 2 വീലർ വിതരണം നടത്തും എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ അന്നും വിതരണം നടത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ എറണാകുളത്ത് ഞാനും പുഷ്പജനും സമീറും പോയി. എന്നിട്ട്
അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഞാനില്ലാതെ ഉള്ള സമയത്ത് നിങ്ങൾ എന്തിനാ വന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഷൗട്ട് ചെയ്യുകയായിരുന്നു. എത്രയും പെട്ടെന്ന് വിതരണം നടക്കും, ജനുവരി 31 ബില്ലിംഗ് നടക്കും, ഫെബ്രുവരി 1-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അറിയുന്ന വാർത്ത ജനുവരി 31-ാം തീയതി ഉച്ചയോടുകൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇതോടുകൂടി ഞങ്ങൾ ആകെ പരിഭ്രാന്തരായതോടുകൂടി വല്ലാതെ പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ ഒരു വിഭാഗം ഗുണഭോക്താക്കൾ ക്ഷുഭിതരായി വളവട്ടം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പിന്നീട് കണ്ണൂർ സ്റ്റേഷനിലും അതിനുശേഷം നമ്മുടെ കമ്മീഷണർക്കൊക്കെ പരാതി കൊടുത്തു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും നമ്മൾ നിവേദനം നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ പോലീസ് കമ്മീഷണർക്ക് നമ്മൾ നേരിട്ട് നിവേദനം നൽകി. ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ പിറ്റേത്തെ ദിവസം ഞാൻ ഒരു പരാതി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുകൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ അനന്തകൃഷ്ണൻ അടക്കമുള്ള കൂട്ടുപ്രതികൾ 7 ആളടക്കം ഞാൻ പ്രതിയേർത്തുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും വിളിപ്പിച്ച് മൊഴിയെടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ നമ്മൾ പത്രത്തിൽ വായിച്ചു, നമ്മുടെ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന്. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫെബ്രുവരി 15-ാം തീയതി ED കൊച്ചിയിൽ നിന്ന് എന്നെ വിളിപ്പിക്കുകയും 16-ാം തീയതി വിളിപ്പിക്കുകയും 15-ാം തീയതി ഞാൻ കൊച്ചിയിൽ പോവുകയും EDക്ക് മുമ്പാകെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കേസിൻ്റെ ഒരു ചിത്രം. കേസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഗുണഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു വാങ്ങാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എത്ര പൈസയാണ് നിങ്ങൾ ത്രൂ കൊടുക്കാനുള്ളത്? എത്ര പൈസയായിരിക്കും? കണ്ണൂർ സീഡ് സൊസൈറ്റി മുഖാന്തരം ഞങ്ങൾ ടൂ വീലറിന് മാത്രമല്ല, ടൂ വീലറിനും മറ്റ് പ്രൊജക്റ്റുകൾക്കുമായി 3,96,00,000 രൂപ ഇവിടെ സാധനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 3,96,00,000 രൂപ ഈ കണ്ണൂർ സീഡ് സൊസൈറ്റിയിൽ നിന്ന് അനന്തകൃഷ്ണനും കൂട്ടരും തട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും പൈസ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മൾ കൊടുത്തതല്ല, ഈ പൈസ മുഴുവൻ ഇതിൽ നല്ലൊരു പങ്ക് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഷം, കാരണം ഹോം അപ്ലയൻസിൻ്റെയും അതുപോലെ തന്നെ ടൂ വീലറിൻ്റെയും പണം അവർ നേരിട്ട് അടച്ചതാണ്. അവർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അവർ തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് നെഫ്റ്റ് വഴി ഈ അനന്തകൃഷ്ണൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ഈ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ പറയുന്നത്, പണം നഷ്ടമായ ആളുകൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും പണം നൽകിയിട്ടുണ്ട്, നേരിട്ട് നൽകിയിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് കേസിൽ പ്രതിയാക്കണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും പൈസ അടച്ചത് ആദ്യം നടത്തിയ പ്രൊജക്റ്റുകളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1,70,00,000 രൂപയുടെ പ്രൊജക്റ്റ് നടപ്പിലാക്കിയെന്ന്. ആ പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കിയത് സീഡ് സൊസൈറ്റിയിൽ പണം അടച്ചുകൊണ്ട് തന്നെയാണ്. ആ പണം നമ്മുടെ ഗുണഭോക്താക്കൾ പ്രൊമോട്ടർമാരെ ഏൽപ്പിച്ച്, പ്രൊമോട്ടർമാർ കോർഡിനേറ്റർമാരെ ഏൽപ്പിച്ച് അങ്ങനെ റെസീറ്റ് കൊടുത്ത് ആ പൈസ നമ്മൾ അതാത് ദിവസം തന്നെ സീഡ് സൊസൈറ്റി അക്കൗണ്ടിൽ അടച്ച് ആ പണം അവർ പറയുന്ന തീയതി മുഴുവൻ തുകയും അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1,70,00,000 രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അല്ലാതെ ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുകയോ ഗൂഗിൾ പേ വഴിയോ അല്ല നേരിട്ടോ പണം നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല? അതിനുശേഷം 1-2 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ചില അവസാനം വന്ന ലാപ്ടോപ്പ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ഇത്തരം ചില ചെറിയ പദ്ധതികൾക്ക് അതധികം ആളൊന്നും പണം അടച്ചില്ല. ആ പദ്ധതികൾക്കും ഈ സൊസൈറ്റി മുഖാന്തരം പണം അടച്ചിട്ടുണ്ട്. ആ പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ച് നൽകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണോ ഇപ്പോഴുള്ളത്? അല്ല, അതെല്ലാം നമ്മൾ അങ്ങോട്ട് അടച്ചതാണ്. അത് കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് വഴിയും നിങ്ങൾ നേരിട്ട് വാങ്ങിയ പണവും നിങ്ങൾ ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ട്. അതിനൊക്കെ തെളിവുണ്ട്. കാരണം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളെ കോർഡിനേറ്റർമാരുടെയും പ്രൊമോട്ടർമാരുടെയും മിക്കവാറും ആളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടാവും.
നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർ വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഈ പരാതികളിലൊക്കെ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തതും? അവർക്കറിയാം, കാരണം നമ്മൾ ഇതിൽ നിരപരാധികളാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. കാരണം പോലീസിനറിയാം, ഗവൺമെൻറ്റിനറിയാം, നമ്മളിതിൽ അവർ ജീവനക്കാർ മാത്രമാണ്. ഈ കോർഡിനേറ്റർ എന്നും പ്രൊമോട്ടർ എന്നും പറയുന്ന പേര് വിളിച്ചിട്ട് നമ്മളെ പണിയെടുപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 13 മാസം നമ്മൾ പണിയെടുത്തു. 13 മാസം പണിയെടുത്ത് കോർഡിനേറ്ററായവർക്ക് കിട്ടിയത് വെറും 15,000 രൂപ മാത്രമാണ്. ആദ്യത്തെ 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസത്തെ ഓണറേറിയം 5,000 രൂപ പ്രകാരം 15,000 രൂപ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. അതിനുശേഷം ഓണറേറിയും അതുപോലെ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് ഇൻസെൻറ്റീവും തരുമെന്ന് പറഞ്ഞെങ്കിലും ഒരു രൂപ പോലും നമുക്ക് കിട്ടിയില്ല. ഈ 15,000 രൂപ മാത്രമാണ് ഈ പ്രൊമോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ളത്, ഈ കോർഡിനേറ്റർമാർക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അത്രയും പ്രൊമോട്ടർമാർക്ക് ഇൻസെൻറ്റീവ് ഒന്നും 1 രൂപ കിട്ടിയില്ല. അത് തരാതിങ്ങനെ പറഞ്ഞു. 15,000 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കള്ളൻ എന്നുള്ള പേര് കേൾക്കുന്നത്. ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. കള്ളൻ പെരുങ്കള്ളൻ എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയത് വെറും 15,000 രൂപ മാത്രമാണ്. നമുക്ക് ഓണറേറിയം ആദ്യത്തെ 3 മാസം 5,000 രൂപയും അതിനുശേഷം 7,500 രൂപയും ഓണറേറിയം പ്രഖ്യാപിച്ചെങ്കിലും നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ എല്ലാ പദ്ധതിക്കും ഇൻസെൻറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും നമുക്ക് തന്നില്ല. ചോദിക്കുമ്പോൾ അടുത്ത മാസം തരും നീട്ടിക്കൊണ്ടു പോയി. അവസാനം ഈ കൊള്ള നടത്തിയെന്ന് നമ്മൾ മനസ്സിലായപ്പോൾ നമ്മൾ പരിഭ്രാന്തരായി. ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ടത് നമ്മളാണ്. കാരണം ഗുണഭോക്താക്കളെ വഞ്ചിക്കപ്പെട്ടു, അവരുടെ പണം പോയി. അതുപോലെ തന്നെ നമ്മളെ ഗുണഭോക്താക്കളെ പോലെ തന്നെ കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും പണം അടച്ചിട്ടുണ്ട്. കണ്ണൂർ സീഡ് സൊസൈറ്റിയിലുള്ള കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും കൂടി 32,50,000 രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അടച്ചിട്ടുണ്ട്. 2 വീലറിനും ഹോം അപ്ലയൻസിനും വേണ്ടി അടച്ചിട്ടുണ്ട്. അവർക്കും കിട്ടിയില്ല. അവരൊക്കെ ഈ ഗുണഭോക്താക്കളെ പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടത് പണം മാത്രമല്ല, നമ്മുടെ ഒരു കൊല്ലത്തെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ ഭാവിയുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. നാണക്കേട് കൊണ്ട് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഈ വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തുമ്പോൾ വലിയ പ്രയാസം ഉണ്ടായോ? തീർച്ചയായും വലിയ പ്രയാസം തന്നെ. കാരണം നാട്ടിൽ നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എല്ലാം കുമിളകൾ പോലെ പൊട്ടി തകരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഒരാളും. ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നുവരെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗമാണോ CPM-ൻ്റെ? ഒരിക്കലല്ല. ഞാൻ ഒരിക്കലും CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നില്ല. ബ്രാഞ്ച് കമ്മിറ്റി ഞാൻ ബ്രാഞ്ചിലൊരു അംഗമായിരുന്നു. ഇപ്പോൾ ഞാൻ പാർട്ടിയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഇതിനു മുമ്പ് ഈ പ്രൊമോട്ടറായി ഈ ജോലി ചെയ്യുന്നതിന് മുമ്പേ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിരുന്നു? പാർട്ടി ബന്ധമില്ല. ഇപ്പോൾ കുറച്ചായിട്ട് 1 കൊല്ലമായിട്ട് പാർട്ടി ബന്ധമില്ല. ഈ CPM ആണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അത് നിങ്ങളുടെ ഈ പാർട്ടി ബന്ധം വെച്ചുകൊണ്ടാണോ? ബാക്കി പ്രൊമോട്ടർമാരെല്ലാവരും ആ രീതിയിലാണോ? അതോടൊപ്പം ഈ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പാർട്ടി ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പഞ്ചായത്തിൻ്റെ വാർഡുകളുടെ ഈ ഗ്രൂപ്പുകളിൽ പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇത്തരം സ്ത്രീ ശാക്തീകരണം, വുമൺ ഓൺ വീൽ എന്ന പദ്ധതി പ്രകാരം പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകുന്നു എന്ന കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പുകളിലേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പ്രവർത്തിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നു എന്നുള്ള ആരോപണം ചില ആൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നും വാസ്തവം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പാർട്ടി ബന്ധം ഉപയോഗിച്ചോ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചത് മാത്രം ഒരു തൊഴിലാളിയെ പോലെ, ഈ സീഡ് സൊസൈറ്റിയുടെ ഒരു ജീവനക്കാരനെ പോലെ പ്രവർത്തിച്ചു എന്നല്ലാതെ കണ്ട് നമ്മൾ 1 രൂപ പോലും ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നും നമ്മളെ അക്കൗണ്ടിലേക്കോ നമ്മളെ പോക്കറ്റിലേക്കോ വന്നിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇത്തരം ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ജനപ്രതിനിധികളെ കൂടി അതിലേക്ക് കൊണ്ടുവന്നു. KV സുമേഷ് MLA നമ്മുടെ കണ്ണൂർ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ സജീവ് ജോസഫ് MLA പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ MLA-മാരെയൊക്കെ ഇതിലേക്ക് പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനം അത് വലിയ തോതിലുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത് തട്ടിപ്പാണ് എന്ന കാര്യം അറിഞ്ഞിരുന്നില്ലേ? തട്ടിപ്പാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അതാണ് വാസ്തവം. തട്ടിപ്പാണെന്ന് അറിയുന്നെങ്കിൽ നമ്മളിതിൽ പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. തട്ടിപ്പാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരിക്കൽ പോലും അറിഞ്ഞില്ല. അവസാനം വരെ മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്കിത് തരും, ഇതാ പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത്രാം തീയതി, അവസാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജനുവരി 31-ാം തീയതി ബില്ലിങ് നടക്കും, ഫെബ്രുവരി 1 മുതൽ രജിസ്ട്രേഷൻ നടക്കും എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് നിന്നവരാണ് നമ്മൾ. ബുക്ക് ചെയ്തിരുന്നു ഈ ഗ്രൗണ്ട്.
ആ ഗ്രൗണ്ട് ബുക്ക് ചെയ്തു. കളക്ട്രേറ്റ് മൈതാനം ബുക്ക് ചെയ്തിരുന്നു. 44,000 സംതിങ് റുപ്യ കൊടുത്തിട്ട് കളക്ട്രേറ്റ് ബുക്ക് ചെയ്തു. ആര് പറഞ്ഞിട്ടൊക്കെ ബുക്ക് ചെയ്ത്? അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടാണ്. കാരണം പൈസ ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തു, പരിപാടി നിശ്ചയിച്ചു, മാറ്റിവെച്ചു. രണ്ടാമത് പരിപാടി നിശ്ചയിച്ചു, വീണ്ടും. കാരണം ഒരു തവണ പൈസ അടച്ചാൽ നമുക്ക് 1-2 പ്രാവശ്യം ഡേറ്റ് മാറ്റിക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ മാറ്റിവെച്ചു. വീണ്ടും മാറ്റിവെക്കേണ്ട അവസ്ഥ വന്ന സമയത്ത് ഇനി നമുക്കിത് ഈ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ പൈസ പ്രശ്നമില്ല, ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുക ചെയ്തത് രണ്ടാമതും. അങ്ങനെ ഡിസംബർ 28-ന് എന്തായാലും ഈ പരിപാടി നടത്തണം എന്നുള്ള ഇതിൽ നമ്മൾ വീണ്ടും ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗം കണ്ടിട്ട് നമുക്ക് തോന്നി ഇത് നടക്കില്ല എന്ന് തോന്നി നമ്മൾ ബുക്ക് ചെയ്തില്ല. 2 പ്രാവശ്യം ബുക്ക് ചെയ്തിരുന്നു. ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ആദ്യം 1 കോടി 1.5 കോടിയോളം രൂപയുടെ സാധനങ്ങളൊക്കെ നൽകി എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊജക്റ്റിന് ഇതുവരെ ഈ സബ്സിഡി അല്ലെങ്കിൽ ഈ ഒരു സഹായമായി ഒരു CSR ഫണ്ട് ഒരിക്കൽ പോലും ഒരു പദ്ധതിക്ക് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ CSR ഫണ്ടിൻ്റെ പേരിൽ നിങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുകയാണോ ചെയ്തത്? ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു, 100 ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു, 25 പേർക്ക് ആ പണം കൂട്ടി ഈ സാധനം കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പല്ലേ ഇവിടെ നടന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാര്യത്തെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് 2023 ഡിസംബർ 5-ാം തീയതി നമ്മുടെ ഗുരുഭവനിൽ വെച്ചിട്ട് ഒരു ശില്പശാല നടത്തിയിരുന്നു. CD സൊസൈറ്റിയുടെ പ്രവർത്തകന്മാർക്ക് ഇത് തുടങ്ങാൻ പോകുന്നതാണ്. രജിസ്ട്രേഷൻ ആരംഭിച്ച് മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പേ എന്താണ് CD സൊസൈറ്റിയുടെ പ്രവർത്തനം, ഇത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുക എന്നുള്ള രീതിയെപ്പറ്റിയൊക്കെ ഒരു ക്യാമ്പ്, ഒരു ശില്പശാല നടത്തിയിരുന്നു. ആ അനന്തകൃഷ്ണൻ വന്നിരുന്നു, പങ്കെടുത്ത്. ലാലി വിൻസെൻ്റും ഉണ്ടായി. ലാലി വിൻസെൻ്റ് ഇല്ല, അന്ന് ലാലി വിൻസെൻ്റ് ഇല്ല, അന്ന് വേറെ ബേബി എന്ന് പറഞ്ഞ ഒരാളാണ് പങ്കെടുത്തത്. അപ്പോൾ ഈ അനന്തകൃഷ്ണൻ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യം വിശദീകരിച്ചപ്പോൾ ഞാനടക്കമുള്ള പല ആളുകൾക്കും ഉണ്ടായ ചോദ്യം 50% സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യമാണ് ഒരുപാട് ആളുകൾക്കുണ്ടായ. അതിനുള്ള മറുപടി പറഞ്ഞത് ഒന്ന് CSR ഫണ്ടാണ്. കാരണം ഇന്ത്യയിലെ 2013 ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 135 ഭേദഗതി കമ്പനി നിയമം 135 ഭേദഗതി നിയമപ്രകാരം ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ ലാഭവിഹിതത്തിൻ്റെ 2% CSR ഫണ്ടായി നൽകണം. ആ ഫണ്ട് നാഷണൽ NGO കോൺഫെഡറേഷനാണ് കിട്ടുക. ആ NGO കോൺഫെഡറേഷൻ്റെ പദ്ധതിയാണ് സ്പിയാർട്സ് വഴി CD സൊസൈറ്റി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ഫണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് കിട്ടും. ബൾക്കായി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 50% സബ്സിഡി നിരക്കിൽ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഇത് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അവസാനം വരെ ഇത് കിട്ടുന്നുണ്ട്, ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കിട്ടുന്നില്ല എന്നിപ്പോൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ പറഞ്ഞിരിക്കുന്നു CSR ഫണ്ട് ആർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ്. ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായി നമ്മൾ അറിയുന്നത്. ഇതിൽ ഈ അനന്തകുമാർ അദ്ദേഹവും ഇതിൻ്റെ ഭാഗം തന്നെയാണോ? അദ്ദേഹം നിങ്ങളുമായി സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായില്ല. ആനന്ദകുമാർ നമ്മൾ ശരിക്കും നേരിട്ട് ഇതുവരെ കണ്ടില്ല. യഥാർത്ഥത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ സംസ്ഥാന ആജീവനാന്ത ചെയർമാനാണ് ആനന്ദകുമാർ. അനന്തകുമാറാണ് ഈ അനന്തകൃഷ്ണനെ അടക്കം ഈ പ്രസ്ഥാനത്തോട് കൊണ്ടുവരുന്നതെന്നും പല പ്രാവശ്യവും അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആനന്ദകുമാറാണ് നമ്മളെ നേതാവ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും നമ്മളെ ഈ സൊസൈറ്റിയിലേക്ക് വന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നിയന്ത്രിക്കുന്നത് അനന്തകൃഷ്ണനാണ്. പക്ഷേ ആനന്ദകുമാർ നേതൃത്വപരമായ പങ്കുണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജമണിക്ക് ഇതിൻ്റെ റോൾ എന്താണ്? രാജമണി സ്പിയാർട്സിൻ്റെ ഒരു സ്റ്റാഫാണ്. സ്പിയാർട്സിൻ്റെ സ്റ്റാഫായിട്ട് കണ്ണൂരിൽ വന്നിട്ട് അവരാണ് കണ്ണൂരിൽ 6 CD സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്, 6 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 6ാമത്തെ CD സൊസൈറ്റി ഇരിട്ടിയാണ്. അത് രൂപീകരിച്ചത് 2-3 മാസം മുമ്പെയാണ്. അവർ കാര്യമായ ഫണ്ടൊന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 5 CD സൊസൈറ്റി രൂപീകരിച്ചത് 23 രജിസ്ട്രേഷൻ ചെയ്തത് 21 ഡിസംബർ മാസമാണ്. 24 ജനുവരി മാസം മുതലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ 5 CD സൊസൈറ്റിയും 6ാമത്തെ ഇരട്ടി CD സൊസൈറ്റി രൂപീകരിച്ചത് രാജാമണിയാണ്. രാജാമണി സ്പിയാർട്സിൻ്റെ സ്റ്റാഫാണ്, DPM. അവർക്കും ഈ കാര്യങ്ങളൊന്നും അറിയായിരുന്നില്ല? ഈ തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും സൂചനകളൊക്കെ ഉണ്ടായിരുന്നു? അവർക്കൊരു സൂചനയില്ല. നമ്മൾ പല പ്രാവശ്യം ചോദിക്കും, അവർക്കും അങ്ങനെ ഒരു സൂചനയില്ല. അവസാനം വരെ അവർ നമ്മളെ കൂടെ ഇതിനു വേണ്ടി, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പല സമ്മർദ്ദങ്ങളും ചെലുത്തി അവരോട് ഒരു സംശയം വന്നത്, ഈ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ സന്ദേശങ്ങൾ വരികയാണ്, ആരും പരാതി
കൊടുക്കാൻ പാടില്ല, ആരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പാടില്ല, ഈ പണം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതൊരു സംശയത്തിന് ഇടയാക്കിയിട്ടില്ലേ ശരിക്കും? അത് യഥാർത്ഥത്തിൽ അത് അദ്ദേഹം ജയിലിൽ നിന്നും കിട്ടിയ ഒരു മെസ്സേജ് അത് അന്നത്തെ വെപ്രാളത്തിന് അത് ചെയ്തു എന്നല്ലാതെ കണ്ട് അതിലൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ പിന്നെ ഒരു കാര്യം ഇതിൽ മനസ്സിൽ കടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് അദ്ദേഹം അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ആ ഒരു വോയിസ് പെട്ടെന്ന് കിട്ടി അത് നമ്മൾ പാസ് ചെയ്യുന്നില്ലാണ്ട് അത് നമ്മുടെ മനസ്സിലങ്ങനെ ഇതായിട്ടില്ല. കാരണം അത് ആ വെപ്രാളത്തിലങ്ങ് ചെയ്തതാണ്. ശരി, ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ പ്രൊമോട്ടർമാർ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണല്ലോ ഈ തട്ടിപ്പിനിരയായവർ ഉന്നയിക്കുന്നത്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അറിഞ്ഞെങ്കിലും അതൊരു പരാതിയുടെ പേരിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മളെ പേര് എൻ്റെ പേരിൽ FIR ഇല്ല, എൻ്റെ പേരിൽ കേസില്ല. അതൊരു പിന്നെ പരാതി കൊടുത്തുകൊണ്ട് പിന്നെ ഫ്രീസ് ചെയ്തതാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിൽ നടന്നു പോകും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നമ്മൾ പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ള വിശദീകരണം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് കാരണം അതിന് മുമ്പേ നമ്മൾ പണം അടച്ചിട്ടുണ്ട്. ഈ ഫ്രീസ് ചെയ്തതിന് മുമ്പേ നമ്മൾ 2 വീലറിൻ്റെയും ഹോം അപ്ലയൻസിനെ പണം അടച്ചിട്ടുണ്ട്. കാരണം ഒക്ടോബറിലാണ് ഈ സംഭവം വരുന്നത്. പണം അടച്ചത് ജൂലൈ മാസമാണ്. സെപ്റ്റംബർ മാസമാണ് ഹോം അപ്ലയൻസിനെ പണം അടക്കുന്നത്. അതിനുശേഷമാണ് ഈ ഫ്രീസിങ്ങിനെല്ലാം വരുന്നത്. അതിന് മുമ്പേ പണമെല്ലാം അടച്ചു കഴിഞ്ഞു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ എന്താ ചോദിച്ചത്? ക്രൈംബ്രാഞ്ചിൻ്റെ മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ക്രൈംബ്രാഞ്ചിൻ്റെ മൊഴിയെടുപ്പ് ഒരു തവണ കഴിഞ്ഞു, ഇനിയും വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് ചോദിക്കുന്നത്, പറയുന്നത് എന്തൊക്കെയാണ്? അവർ ഈ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കൈമിൽ എന്തെങ്കിലും പൈസ വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടി, നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്ന്, ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. 15,000 രൂപ മാത്രമാണ് കിട്ടിയത് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരു പൈസ നമുക്ക് കിട്ടിയില്ല. വേറൊരു പൈസ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 15,000 രൂപ കിട്ടിയത് നമുക്ക് മെയ് മാസമാണ്, 24 മെയ് മാസമാണ് കിട്ടിയത്. അതിന് ശേഷം ഒന്നും കിട്ടിയില്ല. എങ്ങനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? ഇനി അങ്ങോട്ടുള്ള ജീവിതം മനസ്സിന് സമാധാനമില്ല. ഇപ്പോൾ അതാ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പല രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് നമ്മുടെ കാരണം ഗുണഭോക്താക്കൾ സ്വാഭാവികമായും ആക്ഷേപങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം വ്യാപകമായി ഇങ്ങനെ പണം പോയ ആളുകൾ സ്വാഭാവികമായും അവർ പ്രതിഷേധിക്കും. പക്ഷേ ഇത് കാരണം വെച്ചാൽ ഈ സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു തട്ടിപ്പാണ്. പക്ഷേ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ഞാൻ കോർഡിനേറ്ററായിട്ടുള്ള അഴീക്കോട് ഭാഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്? അതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങളുണ്ട് എന്ന് നന്നായി സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിൽ ലാലി വിൻസെൻറ്റിൻ്റെ പേര് പറഞ്ഞുപോയി. ലാലി വിൻസെൻറ്റിൻ്റെ പ്രതിയാക്കാൻ കാരണം ലാലി വിൻസെൻറ്റിൻ്റെ പേര് ആ പരാതിയിൽ പരാമർശിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ലാലി വിൻസെൻറ്റിൻ്റെ പേര് പരാമർശിക്കാൻ കാരണം ലാലി വിൻസെൻറ്റ് നമ്മുടെ ലീഗൽ അഡ്വൈസറാണ് എന്ന് അനന്തകൃഷ്ണൻ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലാലി വിൻസെൻറ്റ് അനന്തകൃഷ്ണൻ്റെ കൂടെ കണ്ണൂരിൽ വന്നിട്ടുണ്ട്. ആഗസ്റ്റ് 21-ാം തീയതി നടന്ന വെരിഫിക്കേഷനിൽ ലാലി വിൻസെൻറ്റ് അനന്തകൃഷ്ണൻ്റെ കൂടെ വന്നു. ആ പരിപാടിയിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനും മറ്റുള്ള വളണ്ടിയർമാർക്കെല്ലാം ഭക്ഷണം ഏർപ്പാടാക്കി. അവിടുന്ന് ഭക്ഷണം വരെ കഴിച്ചിട്ട് അന്ന് ഇവിടുന്ന് പോയി. സംസാരിച്ചിരുന്നു അവർ ഈ മീറ്റിങ്ങിലൊക്കെ? മീറ്റിങ്ങിൽ അവർ സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ലാലി വിൻസെൻറ്റിൻ്റെയും പേര് വന്നത്. അപ്പോൾ ലാലി വിൻസെൻറ്റ് അത് മാത്രമല്ല, നമ്മൾ ജൂലൈ മാസം 26, 27 തീയതികളിൽ എറണാകുളത്തൊരു സബ്മിറ്റ് ഉണ്ടായിരുന്നു. ആ നാഷണൽ NGO കോൺഫറൻസിൻ്റെ സബ്മിറ്റാണ്. ആ 2 ദിവസത്തെ പരിപാടിയിൽ മുഴുവൻ സമയം ഈ ലാലി വിൻസെൻറ്റ് ആ പരിപാടിയിലുണ്ടായിരുന്നു, സ്റ്റേജിലുണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തു. ഇതിനെ പ്രകീർത്തിച്ച് തീർച്ചയായും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പരാതിയിൽ ലാലി വിൻസെൻറ്റിൻ്റെ പേര് കൂടി ചേർത്തത്. ആ കേസ് എടുത്തത് രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ അവർ ഉപയോഗിച്ചു എന്നാണോ നിങ്ങൾ? തീർച്ചയായും അവർ ഉപയോഗിച്ചു. കാരണം അതിൻ്റെ പേരിലാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു ലോക്കൽ കമ്മിറ്റി ഒരിക്കലും ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണെന്നും അതിനുശേഷം പിറ്റേ ദിവസം ഇദ്ദേഹം പറഞ്ഞതെന്താ, മോഹനൻ ഒരു CPM-ൻ്റെ പ്രാദേശിക നേതാവാണെന്നാണ്. കാരണം ലോക്കൽ കമ്മിറ്റി പോയി 2ാമത്തെ ദിവസം പ്രാദേശിക നേതാവാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം വ്യക്തമായിട്ട് MP ജയരാജൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് മോഹനും പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ശരി. എന്തായാലും നമ്മളിപ്പം മറ്റ് പ്രൊമോട്ടർമാരുമുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ ഗുണഭോക്താക്കളിൽ ഒരു വിഭാഗക്കാർ, കാരണം അഴീക്കോടുള്ള തീവ്രമായി നമ്മളോട് പെരുമാറുന്ന അവർ പറയുന്ന ഒരു കാര്യമാണ് സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മോഹനൻ പൈസ കൊടുത്തു. നിങ്ങൾ ഈ പ്രതിഷേധിക്കുന്ന അവരെ വിളിച്ച് അവരെ പൈസ കൊടുത്തു സെറ്റിൽ ചെയ്യിക്കുന്നു എന്നൊരാക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. വ്യാപകമായ ആക്ഷേപമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് വരെ 1 രൂപ ഒരു ആൾക്കും കൊടുത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അങ്ങനെ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു കാര്യം,
പിന്നെ സീഡ് സൊസൈറ്റി അക്കൗണ്ടിൽ നിന്ന് കൊടുത്തുന്ന ആശയമുണ്ട്. സീഡ് സൊസൈറ്റി അക്കൗണ്ട് ഫെബ്രുവരി 4-ാം തീയതി മുതൽ ഫ്രീസ് ചെയ്തിട്ടാണ് ഉള്ളത്. അവിടെ നിന്ന് എങ്ങനെ പൈസ എടുക്കാൻ പറ്റും? അത് ഈ ആരോപിക്കുന്നത് ഈ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളത്തരാണ്. പച്ചക്കള്ളത്തരാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പുഷ്പജൻ, നിങ്ങളുടെ പേരും ഈ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ പ്ലക്കാർഡൊക്കെ ഉയർത്തി നിങ്ങളുടെ പേരും വ്യാപകമായി പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റോൾ? ഞാൻ അഴീക്കോട്ടുള്ള ഒരു ഏറ്റവും അവസാനം വന്നൊരു പ്രൊമോട്ടറാണ്. 5 ആൾ വേണം, 4 ആൾ ആദ്യം എടുത്തു, 5ാമതായി വന്നിട്ടുള്ളൊരു പ്രൊമോട്ടറാണ് ഞാനൊരു എന്താ പറയണ്ടേ, പൊതുപ്രവർത്തകനാണ്. CPM പ്രവർത്തകനാണോ? അല്ല, പൊതുപ്രവർത്തനം വെച്ചാൽ രാഷ്ട്രീയം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി CPM-മായി എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM ആണ്, മറ്റേ മെമ്പറാണ്. പക്ഷെ അതിനുപരി ഒരു എന്താ പറയണ്ടേ, ഈ എതിർകക്ഷികൾ നടത്തുന്ന കുറേ പ്രചരണങ്ങൾ എന്നെ ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത് ഞാൻ ചേർത്തവരോ എൻ്റെ കൂടെ വന്നവരോ അല്ല. ഒന്ന് വെച്ചാൽ പ്രഗില എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ്, അവിടെ ഭർത്താവ് കിരൺ കഴിഞ്ഞ ദിവസം അവരെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ട് കണ്ടു, അഴീക്കോടുള്ള പുഷ്പജൻ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു, നിങ്ങളെല്ലാവരും അവിടെ പോയി കാണണം അവരാ എന്ന് പറഞ്ഞു. കുറച്ചാളൊക്കെ എൻ്റെ ഷോപ്പിൽ വന്നു. എൻ്റെ ഭാര്യേന ഒരു ഫ്ലോർ മില്ലുണ്ട്, അവിടെ ഭാര്യേന വന്നിട്ട് വളരെ മോശമായ ഒന്നുമല്ല, നമ്മൾ സാധാരണ ഒരു എന്താ പറയണ്ടേ, എല്ലാവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ, അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നെ വരുന്നത് വെച്ചാൽ അനില തമ്പുരാൻ, ഓള് അല്ല ആ കുട്ടിയും ഞാൻ കൊണ്ടുവന്നല്ല, പിന്നെ ഒരു ഇബ്രിസ എനിക്ക് ആ കുട്ടീനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് വളവട്ടണം പോലീസ് സ്റ്റേഷനിലാണ്. ഇവരൊക്കെയാണ് അതികഠിനമായിട്ട് പുഷ്പജനാണ് ഇതിൻ്റെ പിന്നിൽ, പുഷ്പജനാണ് ഏറ്റവും വലിയ കള്ളൻ, പെരുങ്കള്ളൻ. പിന്നെ പ്രേമചേച്ചി, ഇവരൊക്കെ എന്ന് വെച്ചാൽ പ്രേമചേച്ചിയും അനിലിയും ഈ പറയുന്ന പിന്നെ കിരണൊക്കെ ഏറ്റവും അടുത്ത് നമ്മളൊരു അത്രയധികം ബന്ധമുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് നമ്മൾ മുന്നേ. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം എൻ്റെ ഇതിൽ ഉന്നയിക്കുന്ന എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. എവിടെ പോകുമ്പോൾ പുഷ്പജൻ കളനാണ്, രാഷ്ട്രീയപരമായിട്ടായിരിക്കാം. ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സുമേഷ് MLA-യും അതുപോലെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷിനെതിരെയും വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാ പരിപാടിക്ക് വന്നിട്ടുണ്ട്, സുമേഷ് MLA വന്നിട്ടുണ്ട്. 21-ാം തീയതി നമ്മൾ പരിപാടി നടക്കുന്നത്, 21-ാം തീയതി. അതൊക്കെയാണ് ഞങ്ങളിൽ വിശ്വാസമുണ്ടാക്കിയതെന്നാണ് അവർ പറയുന്നത്. ശരി, അതിന് അല്ലല്ല, നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഈ പൈസ അടച്ചതിന് ശേഷമാണല്ലോ ഈ പരിപാടി നടക്കുന്നത്. അല്ലാതെ MLA-നെ കണ്ടിട്ടാണോ ഇവർ ചേർന്നത്? 20-ാം തീയതി സണ്ണി ജോസഫ് വരുന്നു, എവിടെ? ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ. അത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഈ CPM-ൻ്റെ ആൾക്കാരെ എങ്ങനെ ഇത് എന്താ പറയണ്ടേ, ഒരു പ്രത്യേക രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട് ചെയ്യാന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള കളിയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പല എതിരാളികളുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ എന്നാ പറയുന്നത്. ഒരാളോട് ചിരിച്ചാൽ പറയും ഓൻ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ വിഷമം എനിക്കേ അറിയൂ. അന്ന് വളവട്ടണം സ്റ്റേഷനിൽ ഞാൻ വന്നപ്പോൾ എനിക്കറിയാത്ത ആരുമില്ല. അവിടെ വന്ന് അഴീക്കോടിലെ മൊത്തം ആൾ എനിക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ചിരിച്ചൂടെ? സ്വാഭാവികമായിട്ടും ഞാൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ചിരിച്ചു പോയി. പിന്നെ ഒരു മരിച്ച വീട്ടിൽ പോയിക്കൂടാ, കല്യാണ വീട്ടിൽ പോയിക്കൂടാ. അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ തന്നെ ഭയങ്കരം ഒരു സമ്മർദ്ദം. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്നെ പൂട്ടിക്കുവാന്നുള്ളത്. ഏത് വിധത്തിലാണ് ഞാൻ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അറിയാണ്ട് ഇതിലെന്തായാലും പെട്ടു. നിങ്ങളുടെ റോൾ എന്തായിരുന്നു? ഒരു പ്രൊമോട്ടർ. ഞാൻ പറഞ്ഞല്ലോ 5 ആളുകളെ നിങ്ങൾ ചേർത്തിട്ടുണ്ട്. 100-300 ആൾക്കാർ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നവരുണ്ട്. 12 പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കി. കുട്ടികളെ സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഓണക്കിറ്റ് കൊടുത്തിട്ടുണ്ട്. 1500 രൂപ അടച്ചാൽ 3000 രൂപയുടെ സാധനം കൊടുക്കും. 60,000 രൂപയുടെ ലാപ്ടോപ്പ് 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കുടുംബക്കാർക്കും എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ, എൻ്റെ അലക്കക്കാർ, ഇപ്പം വണ്ടിക്ക് 5 ആൾ, എൻ്റെ കുടുംബക്കാർ 5 ആൾ വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തട്ടിപ്പാന്നറിയാൻ നമ്മളിലാരും ഉൾപ്പെടുത്തോ? ഇല്ലല്ലോ. അത്രയും വിശ്വസിച്ച് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണ് ഇവർ. എന്നെ ഒരു നെഗറ്റീവാക്കി ചിന്തിച്ച് ഒരു രാഷ്ട്രീയം കൊണ്ടായിരിക്കാം. പക്ഷെ അത് ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അത്തരത്തിലുള്ള സമീപനം നമുക്കെതിരെ നടക്കുമ്പം ഇതിൻ്റെ എതിർവശം ഒന്ന് ചിന്തിക്കണം. ഇപ്പം പറഞ്ഞല്ലോ നമുക്കെതിരെ കേസെടുക്കുന്നില്ല. ഇപ്പോൾ ഇവരെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്, മോഹനാട്ടിനെയും പുഷ്പനെ അറസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് പൈസ വേണ്ട. എന്താ ഇതിന് പിന്നിലില്ല, ഇവർക്കുള്ള ഉത്തേജകം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? 1 രൂപ അത് നമുക്ക് നമ്മളെ മെമ്പർമാർക്ക് ഏത് വിധേനയും എങ്ങനെയായാലും അത് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് നമ്മളുള്ളത്. ഒരു വിധത്തിലും 1 ഉറുപ്പ്യ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റായിട്ട് വേറെ ഇത് പറഞ്ഞ കിരണ പറഞ്ഞ ഒരു ബസ് ഡ്രൈവറാണ്. അപ്പം പലതവണ പറയുന്നുണ്ട് പുഷ്പാട്ടനൊക്കെ പോയാൽ പൈസ കിട്ടും, അവിടെ പോയാൽ മതി. പിന്നെ ചില ആൾക്കാരെ ഇവർ പ്രകോപിപ്പിക്കുന്നു, നമ്മളെ കൂടെ കേസിന് വന്നാലേ നിങ്ങൾക്ക് പൈസ കിട്ടൂ. അങ്ങനെയുണ്ട്.
അപ്പോൾ അത് വിചാരിച്ചിട്ട് കേസിന് പോയാലേ കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. കൃത്യമായി അഴീക്കോട് പഞ്ചായത്തിൻ്റെ, കണ്ണൂർ സീഡിൻ്റെ, കണ്ണൂർ ജില്ലേൻ്റെ മൊത്തം കണക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഒഴിയാതെ അവരുടെ ഫോൺ നമ്പർ, അവരുടെ വീട്ടഡ്രസ്സ്, അവരുടെ പേര്, അവർ എത്ര പൈസക്ക് ഏത് പ്രോജക്റ്റിനാണോ പൈസ അടച്ചേ, അതൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ഇന്ന് നമ്മുടെ കൈമിലുണ്ട്. അത് വെച്ചുകൊണ്ടല്ലേ നമ്മൾ പൈസ കൊടുക്കുക. അങ്ങനെയല്ലേ സാധാരണ പൈസ കൊടുക്കുക. അല്ലാതെ ഈ കേസിന് പോയവർക്ക് മാത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2026 വണ്ടി ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. 80 പേരാണ് അന്നത്തെ പ്രകടനത്തിൽ പങ്കെടുത്തത്. മോനാട്ടിന് വീട്ടിൽ പോയത് 36 ആളാണ്. ഇവർക്ക് മാത്രമാണോ കൊടുക്കുക? 2026 കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് സമരത്തിന് ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലെ പരിപാടി. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വരുന്നോട്ട് ഇങ്ങനെ അവർ ഗ്രൂപ്പിലൊരു മെസ്സേജ് കണ്ടിനി, എൻ്റെ വീട്ടിലേക്ക് വരുന്നു ശനിയാഴ്ച. അതിനൊന്നും തെറ്റില്ല. നമ്മളടക്കം ഇതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നിങ്ങളെ കൂടിയാന്ന്. പക്ഷെ ഇതുവരെ നമുക്കിത് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. കേസായിട്ടും ഈ എപ്പം വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വരണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതൊന്നും നമുക്ക് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇനിയും ഇത് നാട്ടുകാരോടോ പൊതുജനങ്ങളോടോ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കള്ളനാവും. എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ വളവട്ടം സ്റ്റേഷനിൽ വന്ന ഒരുപാട് ആൾക്കാർ, എൻ്റെ കുടുംബക്കാരായാലും നമ്മളെ അടുത്ത് ഇടപഴകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എടുത്തില്ല എന്നറിയാം. നമുക്കറിയാം. ഈ പ്രൊമോട്ടർമാരിൽ ഭൂരിഭാഗം സ്ത്രീകളാണ്. നിങ്ങൾ പുരുഷന്മാരെങ്ങനെയാണ് ഇതിൽ വന്ന് പെടുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറച്ച് ആളുമായിട്ടില്ല. ഇപ്പം ഒരാളെങ്ങനെ നമ്മൾ കാണിച്ച കുറച്ച് ആളുമായിട്ടില്ല കുറച്ച് ബന്ധം ഉണ്ടാകുമ്പം അവരെ കെയർ ഓഫിൽ കുറച്ച് ആൾ വരുമല്ലോ. ആരാ നിങ്ങളെ ഇതിലേക്ക് ഇതാക്കിയത്, കൊണ്ടുവന്നത് ആരാ? ഇവരൊക്കെ കൊണ്ടുവന്ന പോലെ തന്നെ മോനാട്ടൻ ഷോപ്പിൽ വന്ന് ഇങ്ങനെ സംശയം ഇങ്ങനെ ഞാൻ പറഞ്ഞു തട്ടിപ്പാന്ന് മോനാട്ടൻ. അന്നേരം ചോദിച്ചു. ഞാൻ പറഞ്ഞു പുഷ്പ ദേശീയ എൻജിഒ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമാണ്? എങ്ങനെ ആരാ? മോഹൻലാലിന് വിശ്വാസമാണ്? മോഹൻലാലിന് വിശ്വാസമാണ്. കാരണം എന്നെ വിശ്വസിക്കുന്നവരാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നിരവധി ആൾക്കാരിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. 1 രൂപ കുറയാതെ അവർക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മാല വാങ്ങിപ്പിച്ച് വന്ന ആൾക്കാരുണ്ട്. പല വിധത്തിൽ കടം വാങ്ങിയിട്ടും പിന്നെ ഈ എന്താണ് ചെറിയ ലോണുകൾ എടുത്തുകൊണ്ട് നമ്മളെന്തിനാ ഇവരോട് പറയുന്നത്, ഇങ്ങനെയൊന്നും ഒരു പ്രോജക്റ്റ് ഉണ്ട്, നിങ്ങൾ വാ. 1,20,000 രൂപ ഒപ്പരം കൊടുത്ത് ഒരാൾക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബക്കാർക്കും നമ്മൾ ചെങ്ങായിക്കും ഒരു 60,000 രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുക നല്ലതല്ലേ? അത്രയേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിനിടയ്ക്ക് 40,000 വാങ്ങി എനിക്ക് നല്ലത് വിചാരിച്ചു നല്ല കള്ളനായി. എന്നുവെച്ചാൽ കള്ളനല്ല, പെരുങ്കള്ളെന്നാണ് പറഞ്ഞത്. അത് പ്രേമചേച്ചിയൊക്കെ, പക്ഷെ പ്രേമചേച്ചിയൊക്കെ എന്നെ എങ്ങനെ അരിശേപിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മളൊരു കുടുംബമാണ്, എൻ്റെ ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ എത്രയും അടുപ്പമുള്ളതാണ് പ്രേമചേച്ചി. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഒരു ചാനലിൽ കൂടി എൻ്റെ വിളക്കാളം പിടിച്ചിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ എന്താണ് അതിൻ്റെ ബാക്കിലുള്ള, നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ബാക്കിൽ വെച്ചാൽ നല്ല രാഷ്ട്രീയ കളിയാണ് ഒന്നാമത്. എങ്ങനെയെങ്കിലും അവരെ ഒതുക്കുക, എൻ്റെ വീട്ടിൽ പോവുക. എൻ്റെ വീട്ടിൽ വന്നതിനെ കൊണ്ട് പൈസ കിട്ടില്ലല്ലോ, എല്ലാവർക്കും അറിയാം ഞാൻ പൈസ എടുത്തിട്ടില്ല. അങ്ങനെ വഞ്ചിതരായ നമ്മൾ നല്ല ഇവർക്കറിയാം. പക്ഷേ ഏതോ ഒരു ശക്തി ഇവരിങ്ങനെ വല്ലാത്ത രീതിയിൽ ഇതാക്കിക്കൊണ്ടാണ് നമ്മളെ പ്രതിരോധിക്കാൻ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല, നാളെ എപ്പോഴും ഈ പൈസ കൊടുത്തു തീർക്കാൻ വേണ്ടി എല്ലാ ഇടപെടലും. ഇനി അവർ നമ്മളെ ജയിലിലാക്കിയാലും ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നമ്മൾ ഈ പൈസ വാങ്ങിക്കൊടുക്കാൻ തന്നെ പോരാടും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഇരകൾക്ക് ഒപ്പം തന്നെ തങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പ്രൊമോട്ടർമാരെല്ലാവരും പറയുന്നത്. റീന, ശൈലജ, ഷക്കീന തുടങ്ങിയ പ്രൊമോട്ടർമാർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഈ സ്ത്രീകളൊക്കെ തന്നെ വലിയ പ്രയാസത്തിലാണ്. കാരണം ഇവരെയൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ്. വലിയ സങ്കടത്തിലാണോ നിങ്ങളൊക്കെ? അതെ, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പം പിന്നെ നമ്മളിതിൽ 60,000 രൂപ ഞാൻ അടച്ചിട്ടുണ്ട് ഹോം അപ്ലയൻസസിന്. അപ്പോൾ നമ്മളെ ജീവിക്കാൻ വിടുന്നില്ല. ശരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊരു മില്ലുണ്ട്. അപ്പോൾ അവിടെ പൊടിക്കാൻ വരുന്നവർ പറയും പകുതി പൈസ പോരെ. ചില ആൾ പറയും വണ്ടീൻ്റെ പൈസ കിട്ടിയാൽ തരാം, എൻ്റെ പൈസ കൊടുക്കാണ്ട് പോവും. ജീവിക്കാൻ പറ്റുന്നില്ല, വരുമാനമില്ല, ഭയങ്കര പ്രശ്നമാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, നാണക്കേടുണ്ട്. നമ്മളെല്ലാം ഫോട്ടോ നഗരവിത്തേജോപതം ചെയ്യുകയല്ലേ ചെയ്തത്. കഴിയില്ല. കുറേ കാലം പുറത്ത് ചെയ്യാണ്ട് നിന്നു. പക്ഷേ നിങ്ങൾക്കും ആകെ 15,000 രൂപയാണോ കിട്ടിയത്? നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. നമുക്കൊന്നും കിട്ടില്ല ശരിക്കും. നമുക്ക് ഓണറോറിയൊന്നുമില്ല. കോർഡിനേറ്റർക്ക് മാത്രമേ പൈസ കിട്ടും. നമുക്കൊന്നും ഒന്നുമില്ല. ഇല്ല. കിട്ടുമെന്ന് പറഞ്ഞു, കമ്മീഷൻ കിട്ടും, മറ്റേത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ 1 ഉറുപ്പ്യ പോലും നമുക്ക് കിട്ടിയില്ല കയ്യിൽ. നമ്മളെ ജീവിതേ പോയി. കുടുംബക്കാരടുത്തും പോകാൻ പറ്റുന്നില്ല, നാട്ടുകാരടുത്തും ഇറങ്ങാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും അത്രയും മോശമായ രീതിയിലാണ് നമ്മളെ ചിത്രീകരിക്കുന്നത്. പോലീസുമായിട്ട് നമുക്ക് എന്തൊക്കെയോ കയ്യാൻ കളിയുണ്ടെന്നും എന്തൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യും?
എങ്ങനെയെങ്കിലും അവരെ പൈസ വാങ്ങിക്കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ വാങ്ങിക്കൊടുക്കണം. അതാണ് ഇപ്പോൾ ഉള്ള അപേക്ഷയാണ് നമുക്ക് പറയാനുള്ളത്. എങ്ങനെയല്ലേ നമ്മളെ ജീവിക്കാൻ വേണം, ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവർ കണ്ടെങ്കിൽ പറയും അവർ നല്ല സന്തോഷത്തോടെ ഇറങ്ങി നടക്കുന്ന നോക്കിയിട്ട് അവർക്ക് ഒരു കൂസലും ഇല്ല, നാണും മാനും ഉളുപ്പും ഇല്ല. ഇതൊക്കെ അവർ പറയുന്നത്. അപ്പോൾ വഴി പിടിച്ച് നിൽക്കുക. ഈ വാട്സപ്പിലേക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. വാട്സപ്പിൽ നാണവും മാനും ഉളുപ്പും ഇല്ല, എത്ര സന്തോഷത്തോടെ ഇറങ്ങി നടക്കുന്നു നോക്കിയാട്ടെ. അവർ കല്യാണത്തിന് പോകുന്നു, നമ്മളൊന്നും കല്യാണത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. കല്യാണത്തിന് പോകുന്നു, മറ്റേ ഉത്സവത്തിന് പോകുന്നു, ഇതൊക്കെ ഇറങ്ങാറില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാനില്ല. ഷോപ്പിൽ തന്നെ വൈകുന്നേരമായിട്ട് ഒരിക്കൽ പോയിട്ട് പെട്ടെന്ന് വരുത്തുക. ആൾക്കാരെ മുന്നിൽ ഇറങ്ങാൻ ഭയങ്കര പറ്റുന്നില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചത് തന്നെയാണ്. പക്ഷേ ഈ ഒരു വർഷം ഇതിൽ ഇങ്ങനെ നിന്ന് പോയതിൻ്റെ പേരിലാണ് ഇതത്രയും കേൾക്കേണ്ടി വരുന്നത്. ഇതിലെന്താ എങ്ങനെ പെട്ടുപോയത്? എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളും ഈ കുടുംബശ്രീ ആയിട്ടെല്ലാം പ്രവർത്തനം ഉള്ളത് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുക. കുറച്ച് എനിക്ക് ഒരു മില്ലുണ്ട്. അപ്പോൾ ആളുകളായിട്ട് നല്ലൊരു ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ വേഗം പറ്റുന്നുള്ളതിലാണ്. സ്ത്രീകൾക്കൊരു സഹായം എന്നുള്ള രീതിയിൽ തന്നെയാണോ നിങ്ങളും? നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുള്ളതിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വാങ്ങിക്കൊടുത്തു. ആരുടെ അടുത്ത് മെമ്പർഷിപ്പിന് അങ്ങോട്ടേക്ക് പോകാണ്ട് തന്നെ ഒരുപാട് മെമ്പർഷിപ്പിന് ആൾക്കാർ ഇങ്ങോട്ടാണ് വന്നത്. ഈ ഓണക്കിറ്റൊക്കെ കൊടുത്തതിന് ശേഷം വണ്ടിക്കായിട്ടും ഹോം അപ്ലയൻസസിനായിട്ടെല്ലാം നമുക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഈ അനില എന്ന് പറയുന്നവർക്ക് തന്നെ പിന്നെ ആദ്യത്തെ വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ പിന്നെ പൈസ തന്നിട്ടില്ല ഇതിന് വണ്ടിക്ക്. അപ്പോൾ രണ്ടാമത് ഞാൻ എന്നോട് പറഞ്ഞു, റീനച്ചി ഇത് വണ്ടീൻ്റെ ഇതെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കഴിഞ്ഞു. ഏതെല്ലാം വണ്ടി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ജൂപ്പിറ്ററും വണ്ടീൻ്റെ പേരുകൾ വന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് ജൂപ്പിറ്റർ ആണ് വേണ്ടത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ആണ് അറിയുന്നത് രണ്ടാമതൊരു വെരിഫിക്കേഷൻ കൂടിയുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർക്ക് കൂടി അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അവൾ പറഞ്ഞത് എന്നാൽ പിന്നെ എനിക്കും വേണം ജൂപ്പിറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ പൈസ അടച്ചത്. ഇപ്പോൾ അവർ പറഞ്ഞു നേരിട്ട് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഇല്ല, എല്ലാവരും അവരവർ ബാങ്കിൽ പോയിട്ട് നെഫ്റ്റ് വഴി അടക്കം ചെയ്തത്. ഒറ്റ പൈസ കിട്ടിയിട്ടുമില്ല, പെരുങ്കള്ളിയായി. പെരുങ്കള്ളിയായി, പുറത്ത് ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പോൾ ഒന്നിനും പോകാൻ പറ്റുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ, പെട്ടുപോയതാണ് നമ്മൾ. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടും കാര്യമെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഓരോ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം വന്ന് അതിൻ്റെ അടുത്ത മാസമാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് തന്നെ. പക്ഷേ ഞാനും വിചാരിച്ചു ഇത് ഒരു സാമൂഹ്യ സേവനം കൂടിയല്ലേ, ചാരിറ്റി പ്രവർത്തനം കൂടിയല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്നത്. അപ്പോൾ ഞാനായിട്ട് നേരിട്ട് പോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ചുരുക്കം ചിലരെ അങ്ങനെ എടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാവരും നമ്മൾ സ്റ്റാറ്റസ് ഇടലുണ്ട്. അപ്പോൾ ആ ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് വണ്ടീൻ്റെ പൈസ ആയാലും ലാപ്ടോപ്പിൻ്റെ ആയാലും പിന്നെ ഹോം അപ്ലയൻസിൻ്റെ ആയാലും അങ്ങനെ വന്നിട്ട് ഇതായതാണ്. എല്ലാവരും നമുക്കും ഉണ്ട് നഷ്ടപ്പെട്ടിട്ട് പൈസ. പക്ഷെ നമ്മളിതുവരെ എന്താ പറയുക, നമ്മൾ ആരോടെ പറയണ്ടേ നമ്മളെ കാര്യങ്ങൾ? ഇവരിങ്ങനെ കോർഡിനേറ്റർമാരെയും പിന്നെ പ്രൊമോട്ടർമാരെയും എല്ലാം ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മളെ വിഷമം ആരോട് പറയും? ശരിക്കും മാനസികമായിട്ട് തളർന്നിട്ട് തന്നെ ഉള്ളത്. വല്ലാണ്ട് എന്താ പറയുക, നമ്മൾ ഏതിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു പ്രശ്നം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്, അത് ഈ ഉത്തരവാദികൾ ഇവർ തന്നെ ആയിരിക്കും. അതാണ് നമ്മളെ ഇത്. അനന്തകൃഷ്ണനെ എന്ത് തന്നെയായാലും കൊണ്ടുവന്നിട്ട് ഈ മുഴുവനും പൈസ ഈ പിന്നെ മെമ്പേഴ്സിന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള ഇത്. നമുക്ക് ആ ഒറ്റ ഇതേ ഉള്ളൂ, എങ്ങനെയും ഇവർക്ക് പൈസ കൊടുക്കണം. നമ്മൾ ആ വഴിക്കാണ് നീങ്ങുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. നമ്മൾ എത്രയും അവർക്ക് എങ്ങനെ പൈസ വാങ്ങിക്കൊടുക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് അത് ഉള്ള ഒരു വഴി ഉണ്ടാക്കണം എന്നാണ് നമ്മൾക്ക് അപേക്ഷിക്കുകയല്ല ആരോടായാലും. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും ഒക്കെ അകപ്പെട്ടിട്ടുള്ളത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമായ ആളുകൾക്കുണ്ടായ അതേ വിഷമം തന്നെയാണ് ഈ പ്രൊമോട്ടർമാരും പങ്കുവയ്ക്കുന്നത്. അവരുടെ അഭ്യർത്ഥന, തങ്ങൾക്ക് ഈ തട്ടിപ്പുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ കോർഡിനേറ്റർമാർക്ക് 15,000 രൂപയെങ്കിലും കിട്ടി. പക്ഷേ ഈ പ്രൊമോട്ടർമാർക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒറ്റ പൈസ പോലും കിട്ടിയില്ല എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഒറ്റ പൈസയുടെ സാമ്പത്തിക ലാഭം ഇല്ലാഞ്ഞിട്ടും കള്ളി
കള്ളൻ എന്ന പേര് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ സങ്കടം. എങ്ങനെ ജീവിക്കും എന്ന ചോദ്യമാണ് അവർ ഞങ്ങളോട് ചോദിക്കുന്നത്. ഇതുവരെ അവർ ഈ കാര്യങ്ങളൊന്നും ഇത്രയും തുറന്ന് സംസാരിച്ചിട്ടില്ല എന്ന് ഈ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ അവരും മടി കാണിച്ചത് തന്നെയാണ്. അവരുടെ വീടുകളിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. എന്തായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് ഇവരും ഉന്നയിക്കുന്നത്. ഞങ്ങളും ഈ തട്ടിപ്പിനിരയായ ആളുകൾക്കൊപ്പം തന്നെയാണ് എന്നാണ് അവരും പറയുന്നത്. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർക്കൊപ്പം നിൽക്കാൻ ഇവരും തയ്യാറാണ്. ഒരു യോജിച്ച പോരാട്ടം തന്നെയാണ് ഇവിടെ അനിവാര്യവും. ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ EDയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. കോർഡിനേറ്റർ A. മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ED ചോദ്യം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ വ്യക്തമായ ചിത്രം നമുക്ക് മുന്നിലില്ല. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന് രഹസ്യ സ്വഭാവമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ തട്ടിപ്പിനിരയായ ആളുകൾക്ക് പണം എങ്ങനെ തിരിച്ചു കിട്ടും എന്നതൊരു ചോദ്യമാണ്. അത് ഈ സ്വത്ത് കണ്ടുകെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അതിന് വഴിയൊരുങ്ങുക. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ സംവിധാനങ്ങൾ നീങ്ങട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രൊമോട്ടർമാർ അവരുടെ ദുഃഖം ഞങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.